പുനർജനി കേസിൽ ഉൾപ്പെട്ട മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാന്റെ പ്രതികരണം വരികയാണ് തത്സമയത്തിലേക്ക്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. 2018 ഞങ്ങളുടെ ഇത് നടക്കുന്നത്. 2018 നടന്നതിന് ശേഷം 2023 എൻ്റെ FCRA വീണ്ടും റിന്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് എന്തെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാൽ റിന്യൂ ചെയ്യില്ല അവർ. മനസ്സിലായില്ലേ? അപ്പോൾ അതെല്ലാം നടന്ന നിലക്ക് ഇനി എന്താണ് അതിൻ്റെ അടുത്ത് വയലേഷൻ എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അതിന് ആൻസർ ചെയ്യാൻ തയ്യാറാണ്. ഇതിനകത്തിപ്പം ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെയാണെന്ന് പറയുന്നത്, പുനർജനി പ്രോജക്റ്റ്. പക്ഷേ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയത് നിങ്ങളാണെന്ന് പറയുന്നത്, നിങ്ങളുടെ ഫൗണ്ടേഷൻ ആണെന്ന്. എന്താണ് പ്രതിപക്ഷ നേതാവും ഈ ഫൗണ്ടേഷൻ തമ്മിലുള്ള ബന്ധം? പ്രതിപക്ഷ നേതാവ് ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള എന്നെ വിളിച്ചുകൊണ്ട് ഞാനൊരു റീ എഞ്ചിനീയറിംഗിൻ്റെ കുറച്ച് ഡൊമൈൻ നോളജ്. ഐ എം എ ബേസിക്കലി ബിസിനസ് മാൻ. അതുകൂടാതെ ഞാനൊരു റീ എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റാണ്. ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സിക്ക് യൂണിറ്റ്സൊക്കെ റിവൈവ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് എന്നെ പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നത്. വിളിച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ആദ്യമേ ഞാൻ റിഫ്യൂസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ഇടപെടുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള എനിക്ക് അത്രമാത്രം എനിക്ക് VD സതീശൻ അല്ല, അതിനുമുമ്പൊക്കെ അദ്ദേഹം പറഞ്ഞ് എന്നെ കണ്ടിട്ട് നേരത്തെ കണ്ടെന്ന് പറയുന്നത്. പക്ഷേ എനിക്കത് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കണ്ട് ഇത് കഴിഞ്ഞപ്പോൾ സ്ഥാനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് റിസർവേഷൻ ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാനൊരു പൊളിറ്റിക്കൽ ഇതിലേക്ക് വരില്ല. പുള്ളി പറഞ്ഞ് അങ്ങനെയൊന്നും വേണം, നിങ്ങൾ പ്രൊഫഷണലായിട്ട് ചെയ്താൽ മതി. ഇതൊരു മോഡൽ പ്രോജക്റ്റായിട്ട് എടുക്കാനാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതിന്റെ മോഡൽ എന്താണ്? കാരണം പ്രതിപക്ഷ നേതാവിന് ഇതിനകത്ത് ഇൻവോൾവ് അല്ല, ഇതിന്റെ എക്സിക്യൂഷൻ ഇൻവോൾവ്. ഇതിന്റെ മോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ്ലി ഡിവാസ്റ്റേറ്റഡ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി. അവിടെയുള്ള എന്തോ എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മയാണെങ്കിൽ 6 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണെന്ന് തോന്നുന്നത്. അതിൽ ഏതാണ്ട് ഒരു 4 പഞ്ചായത്തുകൾ ഫുൾ വെള്ളത്തിൽ പോയി. മുനിസിപ്പാലിറ്റി 40%. നിങ്ങളുടെ മോഡൽ, നിങ്ങളുടെ വർക്കിംഗ് മോഡൽ എന്താണ്? ഞങ്ങളുടെ വർക്കിംഗ് മോഡൽ ഞാനൊരു പുതിയ പ്രോജക്റ്റ് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അത് വർക്കിംഗ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ എ ഡിഫറെൻറ്റ് വേ. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇതിനെ കംപ്ലീറ്റ് സർവേ നടത്തണം. സർവേ നടത്തി അതിൻ്റെ ഫൈൻഡിങ്സ് അറിഞ്ഞിട്ടായിരിക്കും ഇത് ഡയഗ്നോസ് ചെയ്താലും ഒരു സാധനത്തെ അതിനൊരു ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ. അതനുസരിച്ച് ഞങ്ങൾ ഈ സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇറക്കിക്കൊണ്ട് ഞങ്ങളവിടെ സർവേ നടത്തി, കംപ്ലീറ്റ് സർവേ നടത്തി അതിൻ്റെ ഫൈൻഡിങ്സിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ കുറച്ച് കിട്ടുന്ന പൈസ വീടുണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഈ വീടുണ്ടാക്കി കൊടുക്കുന്നതിൽ മാത്രം ഞാൻ അനുകൂലിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അതല്ല, ഇവിടുത്തെ ബിസിനസ് കംപ്ലീറ്റ് പോയി കിടക്കുന്നു. ഈ ബിസിനസ്സിനെ മുഴുവൻ റിവൈവ് ചെയ്യണം. എന്നുവെച്ചാൽ നമുക്കൊരു റവന്യൂ ഇനി വന്നു കഴിഞ്ഞാൽ ഇത് നടക്കുള്ളൂ. അതിനൊരു മോഡൽ ഉണ്ടാക്കാൻ നല്ലത്. പുനർജനി കേസിൽ മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. പ്രതിപക്ഷ നേതാവുമായി ഗൂഢാലോചന നടത്തി, അത്തരത്തിൽ സാമ്പത്തിക തിരിമറി നടത്തി എന്നുള്ളതായിരുന്നു. അതിലാണ് അന്വേഷണം നേരിടാൻ പോകുന്നത്. അതിൽ വിശദീകരിക്കുകയായിരുന്നു തനിക്ക് അത്തരം സാമ്പത്തിക തിരിമറി ഇടപാടുകളൊന്നും ബന്ധമില്ല എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിച്ചത്.